നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. മുംബൈ മാർ ഗബ്രിയേൽ പള്ളി തിരുനാളിനെ കൊടിയേറി. സഭയുടെ വിവിധ ഇടവകകളിൽ പാത്രിയാർക്ക ദിനാചരണം സംഘടിപ്പിച്ചു. കാലം ചെയ്ത ശ്രേഷ്ഠ ഇടയൻ അഭിവന്ദ്യമാർ ജേക്കബ് തുങ്കുഴിയുടെ വേർപാടിൽ അഭിവന്ദ്യമാർ ഓഗേൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അനുശോചനം രേഖപ്പെടുത്തി. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളിയിൽ ഇടവക ദിന സിൽവർ ജൂബിലി സമുചിതമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. സഭയുടെ വിവിധ ഇടവകകളിൽ സെപ്റ്റംബർ 14 ഞായറാഴ്ച പാത്രിയാർക്ക ദിനം സമുചിതമായി ആചരിച്ചു. നടത്തറ മാർ നർസൈ ഇടവകയിൽ മാറൻ മാർ ആവാ തൃതീയൻ കാത്തോലിക്ക പാത്രിയാർക്കീസ് ദിനാചരണത്തിന്റെ ഭാഗമായി കൊടികയറ്റം നടന്നു. ചടങ്ങ് വികാരി റവറൻ ബിഒ തിമോത്തി കശീശ നിർവഹിച്ചു. ബാംഗ്ലൂർ മാർ തിമോത്തിയോസ് പള്ളി ഇടവകയിൽ മാറൻ മാർ ആവാ തൃതീയൻ കാത്തോലിക്ക പാത്രിയാർക്കീസ് ദിനാചരണത്തിന്റെ ഭാഗമായി കൊടികയറ്റം നടന്നു. ചടങ്ങ് വികാരി റവറൻ ഫാദർ ലിജോ റാഫേൽ കശീശ നിർവഹിച്ചു. ഷമ്മാശന്മാരായ ജോൺ തോംസൺ വട്ടക്കുഴി, ലൈജു വട്ടക്കുഴി, ആരോൺ ഇമാനുവൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാലക്കുടി മാർത്തുമറിയം പള്ളിയിൽ റവറൻ ആന്റണി കൈതാരൻ കശീശ പാത്രിയാർക്കൽ പതാക ഉയർത്തി. ചടങ്ങിൽ ബാബു ഷമ്മാശൻ പങ്കെടുത്തു. ചേലക്കോട്ടുകര മാർ അപ്രേം പള്ളിയിൽ പാത്രിയാർക്ക ദിനാചരണത്തോടനുബന്ധിച്ച് റവറൻ ഫാദർ ഡേവിഡ് കെ ജോൺ കശീശ പാത്രിയാർക്കൽ പതാക ഉയർത്തി. വികാരി റവറൻ ഫാദർ സി.ഡി. പോളി കശീശ ചടങ്ങിൽ പങ്കെടുത്തു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയിൽ പാത്രിയാർക്കൽ ദിനാചരണത്തോടനുബന്ധിച്ച് വികാരി റവറൻ ഫാദർ ഡേവിസ് തലോക്കാരൻ കശീശ പാത്രിയാർക്കൽ ദിനത്തെക്കുറിച്ച് വിശ്വാസികളോട് സംസാരിക്കുകയും പാത്രിയാർക്കൽ പതാക ഉയർത്തുകയും ചെയ്തു. പറവട്ടാനി മാർ അദ്ദായിസ്ലീഹ പള്ളിയിൽ പാത്രിയാർക്ക സിംഹാസനത്തോട് അചഞ്ചലമായ കൂറും വിശ്വാസം പ്രകടിപ്പിച്ച് പാത്രിയാർക്ക ദിനമാചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികാരി റവറൻ റൂണോ വർഗീസ് പൂലൻ കശീശ സന്ദേശം നൽകി. റവറൻ വിക്ടർ കൊള്ളന്നൂർ കശീശ പതാക ഉയർത്തി വിശ്വാസികൾക്ക് മധുരം പങ്കുവച്ചു. പടിഞ്ഞാറേക്കോട്ട മാർ ഓഗിൻ തുവാന പള്ളിയിൽ മാർ ആവാ തൃതീയൻ പാത്രിയാർക്കൽ ദിനാചരണത്തോടനുബന്ധിച്ച് വികാരി ഫാദർ ടിൻഡോ കെ തിമോത്തി കശീശ പാത്രിയാർക്കൽ പതാക ഉയർത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ മോഹൻ കൊനിക്കര സന്നിഹിതനായിരുന്നു. കുരിയച്ചിറ മാർ മാറിസ്ലിഹ പള്ളിയിൽ മാർ ആവാ തൃതീയൻ പാത്രിയാർക്കൽ ദിനാചരണത്തോടനുബന്ധിച്ച് വികാരി ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ കശീശ പാത്രിയാർക്കൽ പതാക ഉയർത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ സി.ഡി. ഫ്രാൻസിസ് തദവസരത്തിൽ സന്നിഹിതരായിരുന്നു. പട്ടിക്കാട് മാർ തോമാസ്ലിഹ പള്ളിയിൽ മാറൻ മാർ ആവാ തൃതീയൻ കാത്തോലിക്ക പാത്രിയാർക്കീസ് ദിനാചരണ കൊടികയറ്റം വികാരി സിറിൽ ആന്റണി കശീശ നിർവഹിച്ചു. കോഴിക്കോട് മാർ തിമോത്തിയോസ് പള്ളിയിൽ പാത്രിയാർക്ക ദിനാചരണത്തിന്റെ ഭാഗമായി ഇടവക വികാരി ഫാദർ ബിനു ജോസഫ് പോന്നോക്കാരൻ കശീശ പാത്രിയാർക്ക പതാക ഉയർത്തി. ലോകത്ത്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ സഭാമക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആശങ്കാജനകമാണെന്ന് തന്റെ ലഘുപ്രസംഗത്തിൽ അച്ഛൻ ഓർമ്മിപ്പിച്ചു. അസിസ്റ്റന്റ് വികാരി ഡീക്കൻ ജെയിൻ ജെയിംസ് കല്ലുട്ടുഴി പങ്കെടുത്തു. നെല്ലങ്ങര മാർ എസ്താപ്പാനോ സഹദ പള്ളിയിൽ പാത്രിയാർക്ക ദിനാചരണം നടത്തി. സീനിയർ വൈദികനായ റവറൻ ഫാദർ എ.സി. അന്തോണി കശീശ പതാക ഉയർത്തി. ഇടവക വികാരി റവറൻ ഡോക്ടർ മൈക്കിൾ പി വള്ളവന്ത്ര കശീശ ഇടവക വിശ്വാസികൾക്ക് സന്ദേശം നൽകി. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളിയിൽ സെപ്റ്റംബർ 14 ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം പാട്രിയാർക്കൽ പതാക വികാരി റവറൻ ജാക്ക് സ്റ്റാൻഡി കശീശ ഉയർത്തി. സഹവികാരി റവറൻ ബിനോയ് നിരപ്പത്ത് കശീശ സന്നിഹിതനായിരുന്നു. കാലം ചെയ്ത ശ്രേഷ്ഠ ഇടയൻ അഭിവന്ദ്യമാർ ജേക്കബ് തുങ്കുഴിയുടെ വേർപാടിൽ അഭിവന്ദ്യമാർ ഓഗേൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അനുശോചനം രേഖപ്പെടുത്തി. പ്രാർത്ഥനയിൽ ശരണപ്പെട്ട് സാധുസംരക്ഷണം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച് സ്വർഗരാജ്യം ലാക്കാക്കി സഞ്ചരിച്ചിരുന്ന ഒരു സൗമ്യനായ ആത്മീയ സഞ്ചാരിയും വേദപഠനത്തിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്കും നയിച്ച ആത്മീയ ഗുരുവുമായിരുന്നു അഭിവന്ദ്യ തുങ്കുഴി പിതാവ്. മാർ ജേക്കബ് തുങ്കുഴി പിതാവ് നമ്മിൽ നിന്ന് വേർപെട്ടെങ്കിലും അദ്ദേഹം വിതച്ച വിശ്വാസത്തിന്റെയും സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും വിത്തുകൾ സഭയിലും സമൂഹത്തിലും എന്നും വളർന്നുകൊണ്ടിരിക്കുമെന്ന് മാർ ഓഗേൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തന്റെ അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തി. മുംബൈ മാർ ഗബ്രിയേൽ പള്ളിയിൽ 2025 സെപ്റ്റംബർ 14 ഞായറാഴ്ച തിരുനാളിനെ കൊടികയറി. തിരുനാൾ കൊടിയേറ്റം ഇടവക വികാരി ഫാദർ സുനിൽ കുമാർ സി.ജി. നിർവഹിച്ചു. ഒക്ടോബർ 12 രാവിലെ 8 മണിക്കും തിരുനാൾ കുർബാനയോടെ തിരുനാളിന് തുടക്കമാകും. അഭിവന്ദ്യമാർ ഓഗേൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദർശനവും പൊതുസമ്മേളനവും ഉണ്ടായിരിക്കും. ഇടവക അംഗങ്ങളും സമീപ പ്രദേശങ്ങളിലെ വിശ്വാസികൾ ഉൾപ്പെടെ നിരവധി പേർ തിരുനാളിന് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളിയിൽ ഇടവക ദിന സിൽവർ ജൂബിലി സമുചിതമായി ആഘോഷിച്ചു. സെപ്റ്റംബർ 14 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം
പൊതു അന്യതയും ഇടവക ദിന കൊടിയേറ്റം വികാരി റവറൻ ജാക്സ് ചാണ്ടി കശിശ നിർവഹിച്ചു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇടവകാംഗങ്ങൾ പങ്കെടുത്ത വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി. ഗാനമാലിക ഗാനാലാപന മത്സരത്തിലും ബൈബിൾ ലേഖനങ്ങളിലും സഭാചരിത്രവും ഉൾപ്പെടുത്തിയ ക്വിസ് മത്സരത്തിലും ഇടവകയിലെ എല്ലാ വാർഡുകളും പങ്കെടുത്തു. സൺഡേ സ്കൂൾ കുട്ടികൾക്കായി ഗെയിം സ്റ്റാളുകളും ക്രമീകരിച്ചിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം കായിക മത്സരങ്ങൾ അരങ്ങേറി. വൈകിട്ട് 6 മണിക്ക് നടന്ന ഇടവക ദിന പൊതുസമ്മേളനം അഭിവന്ദ്യമാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. റവറൻ ജാക്സ് ചാണ്ടി കശീശ അധ്യക്ഷത വഹിച്ചു. ഭക്തസംഘടനകളും ഇടവകാംഗങ്ങളും അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ്, ഗാനാലാപനം, മോണോ ആക്ട് തുടങ്ങിയവയും ഉണ്ടായിരുന്നു. മെൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശ്രീമാൻ ശ്രീമതി നറുക്കെടുപ്പും തദവസരത്തിൽ നടത്തി. മത്സര ഇനങ്ങളിൽ ടോട്ടൽ പോയിന്റിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ യൂണിറ്റുകൾക്ക് അഭിവന്ദ്യ തിരുമേനി ട്രോഫികൾ സമ്മാനിച്ചു. ജനറൽ കൺവീനർ ശ്രീമതി ഷിജ ജോൺസൺ, കൈക്കാരന്മാരായ തിമത്തി മാളിയേക്കൽ, വർഗീസ് തേക്കാനത്ത്, പാരിഷ് കൗൺസിൽ അംഗം പ്രിൻസ് MR എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സഭയുടെ വിവിധ ഇടവകകളിൽ സ്ലീവ തിരുനാൾ ആചരിച്ചു. മാർത്തമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ സ്ലീവ പെരുന്നാളിനോടനുബന്ധിച്ച് 13-ാം തീയതി തിരുനാൾ ദിവസം രാവിലെ 7 മണിക്ക് പാട്ടുകുർബാനയോടെ അഭിവന്ദ്യമാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദർശനം, ശക്തൻ തമ്പുരാൻ നൽകിയ 2 കുത്തുവിളക്കുകൾ, 25 പൊൻകുരിശും 20 മുത്തുകുടകൾ, നിരവധി വിശ്വാസികളുടെ അകമ്പടിയോടെ പെരുന്നാൾ പ്രദർശനം വലിയ പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്ക് പ്രവേശിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പറോട്ടാനിമാർ അദ്ദായ് സ്ലീഹ പള്ളിയിൽ സെപ്റ്റംബർ 13 ശനിയാഴ്ച വിശുദ്ധ സ്ലീവ തിരുനാൾ ഭക്തിനിർഭരമായി ആചരിച്ചു. രാവിലെ 7-ന് വികാരി റവറൻ റൂണോ വർഗീസ് കശീശ വിശുദ്ധ കുർബാനയിൽ കാർമ്മികനായി. ഡീക്കൻ ബാബു കാരക്കട ശുശ്രൂഷകനായിരുന്നു. തുടർന്ന് കുരിശുപള്ളിയിലേക്ക് പ്രദർശനവും ഉണ്ടായിരുന്നു. കർത്താവായ ഈശോ മിശിഹായെ ക്രൂശിച്ച സ്ലീവ കണ്ടെടുക്കപ്പെട്ടതിന്റെ സ്മരണ പുതുക്കി ശുശ്രൂഷകളിൽ അനേകം വിശ്വാസികൾ പങ്കെടുത്തു. നെല്ലങ്ങര മാർ എസ്താപാനോ സഹദ പള്ളിയിൽ സ്ലീവ തിരുനാൾ ആഘോഷിച്ചു. ഇടവക വികാരി റവറൻ ഡോക്ടർ മൈക്കിൾ P. വൾവന്ദ്ര സ്ലീവ തിരുനാളിന്റെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സഹവികാരി റവറൻ ഫാദർ അബി കശീശ വിശുദ്ധ കുർബാനയിൽ കാർമ്മികനായി. റവറൻ ഫാദർ ലാസർ മടുത്തുംപടി കശീശ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഇടവക വിശ്വാസികളുടെ അകമ്പടിയോടെ ഭക്തിനിർഭരമായ തിരിപ്രദർശനം സീനിയർ വൈദികനായ AC അന്തോണി അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തറ മർണർസെ പള്ളി മഹിളാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടവകയിലെ വിവിധ കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ഇടവക വികാരി റവറൻ ഫാദർ ബിയോ തിമത്തി കശീശയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിതരണ ചടങ്ങിൽ മഹിളാ സമാജം ഭാരവാഹികളും അംഗങ്ങളും സജീവമായി പങ്കെടുത്തു. പരിപാടിയിലൂടെ സഭയിലെ സഹവർത്തിത്വവും കരുതലും പ്രകടമായി. മാർ അപ്രേം സൺഡേ സ്കൂളിന്റെ കുരിയച്ചിറ ശാഖയുടെ ഓണാഘോഷം 2025 സെപ്റ്റംബർ 7 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്നു. ഹെഡ്മാസ്റ്റർ ശ്രീ ലാലു തോമസ് സ്വാഗതവും ബഹുമാനപ്പെട്ട വികാരി ഫാദർ ഡെന്നി തലോക്കാരൻ കശീശ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇടവക കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രതിനിധികൾ, ക്വയർ മാസ്റ്റർ, സൺഡേ സ്കൂൾ ലീഡർമാർ എന്നിവർ കുട്ടികൾക്ക് ഓണാശംസകൾ നേർന്നു. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ ഓണസമ്മാനത്തിന്റെ കൂപ്പണിന്റെ നറുക്കെടുപ്പ് തദവസരത്തിൽ നടത്തി. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓണക്കളികൾ നടത്തി. അസിസ്റ്റന്റ് പ്രധാന അധ്യാപിക ശ്രീമതി ട്രീസ റിജോ എല്ലാവർക്കും നന്ദി അറിയിച്ചു. ബാംഗ്ലൂർ മാർ തിമത്തിയോസ് പള്ളിയിൽ ഈ വർഷത്തെ ഓണാഘോഷം MTC ഓണവിസ്മയം 2025 എന്ന പേരിൽ ഭംഗിയോടെ നടന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി സംഘടിപ്പിച്ച വിവിധ കളികൾ പരിപാടിക്ക് ആവേശം കൂട്ടി. സഭാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. റവറൻ ലിജോ റാഫേൽ കശീശയും മാവേലി വേഷമിട്ട സെബൂലിൻ ഫ്രാൻസിയും ഓണസന്ദേശം നൽകി. വിവിധ വീടുകളിൽ തയ്യാറാക്കിയ ഓണസദ്യ വിഭവങ്ങൾ ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണമായി. കൺവീനർ ജോസഫ് ക്രിസ്റ്റോ നന്ദി രേഖപ്പെടുത്തി. മുംബൈ മാർ ഗബ്രിയൽ ഇടവകയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ പള്ളി അങ്കണത്തിൽ ആഘോഷിച്ചു. ഇടവകയുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മാർ യോഹന്നാൻ മംദാന പള്ളിയിൽ സെപ്റ്റംബർ 14 ഓണാഘോഷം സംഘടിപ്പിച്ചു. എല്ലാവരും വന്നോണം 2025 എന്ന പേരിൽ നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ പൂക്കള മത്സരവും ഓണക്കളികളും ഉണ്ടായിരുന്നു. പൂക്കള മത്സരത്തിൽ വുമൻ യൂത്ത് അസോസിയേഷൻ 1ാം സ്ഥാനം നേടി. വികാരി ഫാദർ ഡേവിസ് തലോക്കാരൻ ഓണസന്ദേശം നൽകി. കൈക്കാരൻ ശ്രീ PT ജോസ് സ്വാഗതവും കൈക്കാരൻ ശ്രീ ബാബു കോനിക്കര ആശംസയും കൺവീനറും സഹവികാരിയുമായ ഫാദർ സിൻഡോ ജോസ് നന്ദിയും പറഞ്ഞു. നെല്ലിക്കുന്ന് മാർ തിമത്തിയോസ് പള്ളി വിമൻ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൃഷിമിത്ര 2025 അവാർഡുകൾ സെപ്റ്റംബർ 14 ഞായറാഴ്ച വൈകിട്ട് ഇടവക പൊതുസമ്മേളനത്തിൽ വെച്ച് അഭിവന്ദ്യമാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത സമ്മാനിച്ചു.
ശ്രീമതി ജിജി ജെൻസൺ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഷമറി ഡേവിസ്, ജൂലി ഡേവിസ്, ബബിത ബിനു എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.